നീ ഇതുവരെ ഉണർന്നില്ലേ? സ്കൂളിലേക്ക് പോകാൻ സമയമായി. യു ആർ സ്റ്റിൽ നോട്ട് അവേക്ക്. നീ ഇതുവരെ ഉണർന്നില്ലേ എന്ന മീനിങ് ആണ്. ഇറ്റ്സ് ടൈം ഫോർ സ്കൂൾ. സ്കൂളിലേക്ക് പോകാൻ സമയമായി. 5 മിനിറ്റ് കൂടി. 5 more minutes please. വേണ്ട, ഇപ്പോൾ എഴുന്നേക്കൂ, അല്ലെങ്കിൽ ബസ് നഷ്ടപ്പെടും. നോ, ഗെറ്റ് അപ്പ് നൗ ഓർ യു വിൽ മിസ് ദ ബസ്. ശരി, ഞാൻ എഴുന്നേൽക്കുന്നു. ഓക്കെ, ഐ ആം ഗെറ്റിംഗ് അപ്പ്. ഇന്നത്തെ ഹോംവർക്ക് പൂർത്തിയാക്കിയോ? ഡിഡ് യു ഫിനിഷ് ടുഡേസ് ഹോംവർക്ക്? ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി. ഐ ഫിനിഷ് മൈ ഹോംവർക്ക്. വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തീർക്കൂ, സ്കൂൾ ബസ് ഉടനെ എത്തും. ഹറി അപ്പ് ആൻഡ് ഫിനിഷ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ദ സ്കൂൾ ബസ് വിൽ അറൈവ് സൂൺ. ഞാൻ വേഗം ഒരുങ്ങാം. ഐ വിൽ ഗെറ്റ് റെഡി ക്വിക്ക്ലി. നിന്റെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എവിടെ? വെയർ ആർ യുവർ ലഞ്ച് ബോക്സ് ആൻഡ് വാട്ടർ ബോട്ടിൽ? ഇത് ബാഗിലുണ്ട്, ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന് തരാം. ഇറ്റ്സ് ഇൻ ദ ബാഗ്, ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു നൗ. സമയം പോകുന്നു, വേഗം കൊണ്ടുവരൂ. ടൈം ഈസ് റണ്ണിങ് ഔട്ട്, ബ്രിങ് ഇറ്റ് ക്വിക്ക്ലി. നോക്കൂ, സ്കൂൾ ബസ് വരുന്നു, സൂക്ഷിച്ചു പോകൂ. ലുക്ക്, ദ സ്കൂൾ ബസ് ഈസ് കമ്മിങ്, ബി കെയർഫുൾ ആൻഡ് ഗോ. വരൂ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Come on, let's go into class. ആദ്യത്തെ പീരീഡ് ഏത് വിഷയമാണ്? Which subject is the first period? ആദ്യത്തെ പീരീഡ് ഇംഗ്ലീഷ് ആണ്. The first is English. നീ ഇംഗ്ലീഷ് ഹോംവർക്ക് ചെയ്തോ? Did you do your English homework? അതെ, ഞാൻ ചെയ്തു. Yeah, I did it. നിന്റെ കൈവശം ഒരു എക്സ്ട്രാ പേനയുണ്ടോ? Do you have a spare pen? എന്റെ പേന എഴുതുന്നില്ല. My pen does write. ഇതെടുത്തോളൂ. Here, take this. Good morning, teacher. Sorry, I am late. May I come in? Come in, you may go to your seat. Who is absent today? Did you do your homework? Yes. Great, let's check it. What did we learn yesterday? We studied the future tense. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആദ്യം എക്സാമ്പിൾസ് നോക്കാം. അവർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാകും. They will have reached the airport. അവൾ നേരത്തെ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും. She will have arrived home early. പ്ലസ് will have പ്ലസ് V3 ഫോം ഓഫ് വെർബ്. ഏത് വെർബാണ് ഉപയോഗിക്കുന്നത് ആ വെർബിന്റെ V3 ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും ഹാവ് ആണ് ഉപയോഗിക്കുന്നത്, ഹാസ് ഉപയോഗിക്കില്ല. അതായത് ഇവിടെ ഭാവിയിലെ ഒരു പ്രത്യേക സമയത്തിന് മുമ്പ് പൂർത്തിയാക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ഗസ് ചെയ്ത് പറയാൻ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന് ഊഹിച്ചു പറയുവാൻ വേണ്ടി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുവാനായിട്ട് കഴിയും.